നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇത് നമ്മൾ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെമ്പരത്തി സ്ക്വാഷിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്പരത്തി നല്ല പോലെ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 35 ചെമ്പരത്തിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെമ്പരത്തി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി എടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 5 ഇതളുള്ള ചെമ്പരത്തി ഉണ്ടല്ലോ, അതാണ് ഈ സ്ക്വാഷിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ചെമ്പരത്തിയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള മഞ്ഞ നമ്മുടെ തണ്ടുണ്ടല്ലോ, പൂവ് പാടുള്ളത്, അതേപോലെ തന്നെ പച്ച ഭാഗവും നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ എതള് മാത്രമാണ് കേട്ടോ നമുക്ക് ഈ സ്ക്വാഷിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ എതളുകളൊക്കെ അടർത്തി എടുക്കാം, സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ചെമ്പരത്തിയും ഇതേപോലെ തന്നെ എതളുകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ബാക്കി ഭാഗങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, എതള് മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് നമുക്ക് അടർത്തി മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ഇതളുകളും. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്ക്വാഷ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇനി സ്ക്വാഷിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അളക്കുന്നത് ആ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളത്തിനുള്ള അളവാണ് കേട്ടോ ഞാൻ 1 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത്. 2 കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര. അപ്പോൾ അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ, അതിന് പ്രശ്നമില്ല. അതേപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഒരുപാട് കൂടിപ്പോരുത്, കൂടിപ്പോയാൽ അതിൻ്റെ ഗ്രാമ്പൂൻ്റെ ഒരുപാട് കുത്തായാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് ഗ്രാമ്പൂൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഒരുപാട് കൂടിപ്പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം 2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെമ്പരത്തി ഒരു 10-15 എണ്ണമാണ് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് പ്രശ്നമില്ല, അത് വെച്ചിട്ടായാലും നമുക്ക് ഈ സ്ക്വാഷ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് 35 എണ്ണം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് റെഡിയാക്കിയത്. അപ്പോൾ എന്തോരം കൂടുതൽ ചെമ്പരത്തി കിട്ടുന്നോ അത്രയും നമുക്ക് കളറ് സ്ക്വാഷിന് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെമ്പരത്തിക്ക് അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ നല്ല പോലെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് ആ നമ്മുടെ ഗ്രാമ്പൂൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അത് ഈ വെള്ളത്തിലേക്ക് വരണം. അതേപോലെ തന്നെ നല്ല പോലെ നമ്മുടെ ഷുഗർ മെൽറ്റായിട്ട് വരണം. നമ്മൾ നൂൽപ്പരിവൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് നല്ല പോലെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂൽപ്പരിവൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതേപോലെ നല്ല പോലെ തിളച്ച് വന്നാൽ മാത്രം മതിയാകും. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, ഷുഗറൊക്കെ നല്ല പോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഗ്രാമ്പു ചേർത്തതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ചെമ്പരത്തിപ്പൂ ഇടുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാത്രം ഇടാൻ ശ്രദ്ധിക്കുക. ചെമ്പരത്തിപ്പൂ ഇട്ടിട്ട് അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി കിട്ടും. അതിൻ്റെയൊക്കെ കളറ് പെട്ടെന്ന് ഈ ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അടർത്തി മാറ്റി വെച്ചിരുന്ന ചെമ്പരത്തിപ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കാം കേട്ടോ, അത്രയും മതിയാകും. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ വെള്ളത്തിലേക്ക് എല്ലാ കളറും ഇളകിയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ ചെമ്പരത്തിയുടെ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചെമ്പരത്തി വൈറ്റ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കോരി മാറ്റി കളയാം. ഈ ചെമ്പരത്തി കൊറ്റനുണ്ടല്ലോ അത് നമുക്ക് ആവശ്യമില്ല, ഇനി അത് കളയാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒട്ടും കളറൊന്നും ചേർക്കാതെ അടിപൊളി ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ എല്ലാനും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഡ്രിങ്ക് ഒന്ന് നല്ല പോലെ ചൂടാറി വരട്ടെ. റൂം ടെമ്പറേച്ചറിൽ അതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നല്ല പോലെ ചൂടാറി വരട്ടെ കേട്ടോ.
ഇപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ജഗ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ഡ്രിങ്ക് ഒന്ന് അരിച്ചൊഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാരയിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒന്ന് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നല്ല പോലെ ഇത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം, ഡ്രിങ്ക് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്യാം ഇത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്, നല്ലപോലെ തണുത്തതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം ഇതിലേക്ക് നാരങ്ങ ചേർത്തിട്ട് സൂക്ഷിക്കാം, അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാലും മതിയാകും കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതേപോലെ തന്നെ നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്ക്വാഷ് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ സ്ക്വാഷ് ഉണ്ടല്ലോ, അത് ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചിലപ്പോൾ സ്ക്വാഷിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം അളവാണ്, നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു മധുരത്തിൻ്റെ അളവാണ്. അപ്പോൾ ഒരു 1/4 ഭാഗം ഗ്ലാസിൻ്റെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ബാക്കി ഭാഗം നമുക്ക് ഐസ് വാട്ടർ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. കുറച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. അതല്ലെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഐസ് ക്യൂബും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ലൈറ്റ് കളറായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ മാജിക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പകുതി നാരങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പകുതി നാരങ്ങയുടെ ജ്യൂസ് നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് അങ്ങ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ജ്യൂസ് ഒഴിച്ചു വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നമ്മളിങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് പിഴിഞ്ഞൊഴിക്കുന്നതായിരിക്കും ബെറ്റർ. കണ്ടില്ലേ, ഇപ്പോൾ ഇതേ നല്ലപോലെ ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ നാരങ്ങ ഒഴിച്ചതിന് ശേഷം നല്ലൊരു അടിപൊളി റെഡ് കളറിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ജഗ്ഗിനിൽ ഇരിക്കുന്ന നമ്മുടെ സ്ക്വാഷിൻ്റെയും അതേപോലെ തന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചപ്പോഴുള്ള നമ്മുടെ ഡ്രിങ്കിൻ്റെയും കളറ് നോക്കി, രണ്ടും വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്, കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് നമ്മൾ ഒരു കെമിക്കലും അതേപോലെ തന്നെ ഒരു കളറും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാകുന്ന ചെമ്പരത്തി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി, നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കഴിക്കുമ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് മനസ്സിലാവുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.